മലയാളി സീരിയൽ പ്രേമികൾക്കെല്ലാം ഇഷ്ടമുള്ള ഒരു സീരിയലായിരുന്നു കറുത്തമുത്ത്. ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ഈ ഒരു സീരിയലിലെ അതിലെ ബാലമോളെ ആർക്കും മറക്കാനായിട്ടില്ല. 2014 ഒക്ടോബർ 20-നാണ് ഏഷ്യാനെറ്റിൽ ഈ ഒരു സീരിയൽ സംപ്രേഷണം ചെയ്യുന്നത്. പ്രേക്ഷകർ ഒന്നടങ്കം ഏറ്റെടുത്ത ഈ സീരിയൽ മലയാള ടെലിവിഷനിൽ ഏറ്റവും കൂടുതൽ എപ്പിസോഡുകൾ പൂർത്തീകരിച്ച രണ്ടാമത്തെ പരമ്പര എന്ന നേട്ടം സ്വന്തമാക്കിയതായിരുന്നു. പ്രേക്ഷകരെല്ലാം ഇരുകൈയും നീട്ടി സ്വീകരിച്ച ഒരു താരമായിരുന്നു അക്ഷര കിഷോർ. ബാലമോൾ എന്ന കഥാപാത്രത്തിൻ്റെ കുട്ടിക്കാലം അവതരിപ്പിച്ച അക്ഷര കിഷോർ ആർക്കിടെക്റ്റായ കിഷോറിൻ്റെയും ബാങ്ക് ജീവനക്കാരിയായിട്ടുള്ള ഹേമപ്രഭയുടെയും മകളാണ്. കറുത്തമുത്ത് കൂടാതെ മറ്റ് ചില സീരിയലുകളിലും ഏതാനും സിനിമകളിലും അക്ഷര അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നീട് പഠനത്തിൻ്റെ തിരക്കിലേക്ക് പോയി. തനിക്കൊരു ഡോക്ടറാകാൻ ആണ് ആഗ്രഹമെന്ന് അക്കാലത്തെ അഭിമുഖങ്ങളിലെല്ലാം അക്ഷര പറയുകയും ചെയ്തു. ഇപ്പോൾ ഇത് അക്ഷര കിഷോറിൻ്റെ പുതിയ ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത്. വലുതായ ശേഷമുള്ള താരത്തിൻ്റെ ചിത്രങ്ങളാണ് പ്രേക്ഷകരെല്ലാം ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. അമ്പരപ്പോടെയും കൗതുകത്തോടെയുമാണ് അക്ഷര കിഷോറിൻ്റെ ചിത്രത്തിന് താഴെ പലരും കമൻറ്റ് ചെയ്തിരിക്കുന്നത്. ചെറുപ്രായത്തിൽ തന്നെ അഭിനയ രംഗത്ത് എത്തിയതുകൊണ്ട് തന്നെ അക്ഷരയുടെ കുട്ടിക്കാലത്തെ മുഖമാണ് എല്ലാവരുടെയും മനസ്സിലുള്ളത്. വലുതായെങ്കിലും ബാലമോളിൽ കണ്ട ആ ചിരിയും നിഷ്കളങ്കഭാവവും അതുപോലെ തന്നെയുണ്ടെന്ന് പലരും ചിത്രത്തിന് താഴെ കമൻറ്റ് പറയുന്നുണ്ട്. ഈ ചിത്രം കാണുമ്പോഴാണ് തങ്ങൾക്കൊക്കെ പ്രായമായി എന്ന് തോന്നുന്നത്. സിനിമാ സീരിയൽ രംഗത്തെ സെലിബ്രിറ്റി താരങ്ങളുടെ പുതിയ ബാലമോളെ എന്ന് വിളിച്ചാണ് ഇഷ്ടപ്പെട്ട വാത്സല്യവും സ്നേഹവും കമൻറ്റായി രേഖപ്പെടുത്തുന്നത്. ഇല്ല, ഞാൻ ഇത് വിശ്വസിക്കില്ല, അവൾക്ക് കൂടിപ്പോയാൽ 10 വയസ്സ്, അത്രയുള്ളൂ എന്നാണ് മറ്റൊരാളുടെ കമൻറ്റ്. അഭിനയത്തിന് പുറമെ പഠനത്തിലും നൃത്തത്തിലും പാട്ടിലും കഴിവ് തെളിയിച്ച നടിയാണ് അക്ഷര. അക്കു അക്ബർ സംവിധാനം ചെയ്ത മത്തായി കുഴപ്പക്കാരനല്ല എന്ന ചിത്രത്തിലൂടെയാണ് അക്ഷര ബിഗ് സ്ക്രീനിലേക്ക് ആദ്യമായിട്ട് എത്തുന്നത്.